വയനാട് തുരങ്കപാതയുടെ ഇതിനോടകം ഉറപ്പായും മാധ്യമങ്ങളിലൂടെ വന്നിട്ടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക്, അതായത് കോഴിക്കോട് ജില്ലയുടെ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽപ്പെട്ട തുരങ്കപാത ആരംഭിക്കുന്നത് ഇവിടെയാണ്. അതെ, മുത്തപ്പൻപുഴയിൽ കൃത്യ സ്പോട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടേക്ക് റോഡും മറ്റും വന്നിട്ടില്ല, ഒരു ദുർഘടമായ പാതയാണ്. അങ്ങനെ ഏതാണ്ട് ബുദ്ധിമുട്ടാണ്, കണ്ടുപിടിച്ചു വരുന്നു എന്നുള്ളതാണ് പറയുന്നതാകും സത്യം. അങ്ങനെ വഴി ചോദിച്ച് മുത്തപ്പൻപുഴ ലാസ്റ്റ് പോയിന്റിലെത്തി. റോഡ് അവിടെ അവസാനിച്ചു. അവിടെ നിന്ന് കണ്ട ഒരു ചാലിലൂടെ നടന്നു വന്നു. ഇപ്പോൾ കാട്ടിത്തരുന്നതാണ് തുരങ്കപാത ആരംഭിക്കുന്നത്. 8 കിലോമീറ്റർ ദൈർഘ്യമുള്ള വയനാടിൻ്റെയും കോഴിക്കോട് വയനാട് മലയോര മേഖലയുടെ അന്തർ സംസ്ഥാന യാത്രയുടെയൊക്കെ ഒരു പുതിയ പാതയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ആ തുരങ്കപാത അതൊരു സ്വപ്ന പദ്ധതിയാണ്, കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ്. അതിൻ്റെ പ്രധാന കവാടമാണത്. അതായത് വയനാട്ടിൽ നിന്ന് തുരങ്കപാതയിലൂടെ യാത്ര ആരംഭിച്ചാൽ വന്നിറങ്ങുന്നത് ഇവിടെയാവും, ഇവിടെ ഈ സ്പോട്ടിലാവും. അവിടെ നിന്ന് മറ്റ് അനുബന്ധ പാതകളും ഒക്കെ പണിത് നേരെ ഇത് ആനക്കാംപോയിൽ എത്തിച്ച് പുനൂരാമ്പാറയിലെ മലയോര ഹൈവേയിൽ എത്തും, പിന്നെ കുന്നമംഗലം വഴി അങ്ങനെ പോകാം. അപ്പോൾ അതാണ് ഈ കാണുന്ന സ്പോട്ടാണ് ഈ വലിയ വെള്ളച്ചാട്ടത്തിൻ്റെയും പാറക്കെട്ടുകളുടെയും ഇടയിലൂടെ ആരംഭിക്കുന്ന ഈ മലയുടെ ഭാഗത്ത് നിന്നാണ് തുരങ്കപാത ആരംഭിക്കുന്നത്. മനു ഏതാണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ നൂൽപ്പാലത്തിന് അതിനപ്പുറത്തൊരു തുരങ്കം പോലെ പാറക്കെട്ടുകൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തകർന്ന തൂക്കുപാലമാണ്, ഇവിടെ പണിത് വെച്ചതായിരിക്കാം, അത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ അതായത് ഈ ഭംഗി ഇതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഈ പദ്ധതി വരിക എന്നതാണ് അതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിന്റെ മറുഭാഗം എന്ന് പറയുന്നത് വയനാട് ജില്ലയിലെ മേപ്പാടിയിലായിരിക്കും ചെന്നിറങ്ങുക. അതായത് ഇപ്പൊ നമ്മൾ ചുരം വഴി 40-ൽ പരം കിലോമീറ്റർ ചുറ്റിയും കയറിയുമാണ് ചെല്ലുന്നതെങ്കിൽ 22 കിലോമീറ്റർ കൊണ്ട് ഇവിടെ നിന്ന് ആകെ ദൂരത്തിൽ വയനാട്ടിലെത്താം. അല്ലെങ്കിൽ താമരശ്ശേരി പോകണ്ട, നമുക്കല്ല പോകാതെ തന്നെ അതിൽ 8 കിലോമീറ്റർ എന്ന് പറയുന്നത് ഈ തുരങ്കമാണ്. അതായത് ഇവിടെ നിന്ന് തുടങ്ങി ആ വലിയ മല അതേപടി തുരന്ന് അപ്പുറം ചെല്ലും. അതാണ് ആനക്കാംപോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്ന് പറയുന്നത്. ലോകോത്തര സുരക്ഷാ സംവിധാനങ്ങളോടെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ 4 വരി പാതയിലെ ഇരട്ട തുരങ്ക പാത ഇവിടെ ആരംഭിക്കുന്നു. ഇവിടെ ആദ്യമായും എല്ലാവരുടെയും അനുമതിയോടെ ആനക്കാംപോയിൽ കള്ളാടി മേപ്പാടി ഇരട്ട തുരങ്കപാത ഔപചാരികമായ നിർമ്മാണ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി പ്രഖ്യാപിക്കണം. ഒരിക്കലും നടക്കില്ല എന്ന് മഹാഭൂരിഭാഗം ജനങ്ങളും കരുതിയ പലതും നമ്മൾ ഇവിടെ നടപ്പാക്കി.